നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയതിന് പിന്നാലെ 1.5 കോടി രൂപയാണ് പിടിച്ചെടുത്തതെന്ന് ഇ.ഡി. വക്താവ് വ്യക്തമാക്കുന്നു. വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെയാണ് പണം കണ്ടെത്തിയത്. ഇന്നലെ തമിഴ്നാട്ടിലും കേരളത്തിലുമായി 10 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ഇ.ഡി. അറിയിക്കുന്നത്. എന്നാൽ എവിടെ നിന്നാണ് പണം കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. രേഖകളൊക്കെ പരിശോധിച്ചു, ക്രമക്കേടൊന്നുമില്ല, അവർ ബ്ലസ് ചെയ്ത് മടങ്ങിയെന്നായിരുന്നു ഗോകുലം ഗോപാലിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ചെയർമാൻ ഗോകുലം ഗോപാലിനെ 7.5 മണിക്കൂറോളമാണ് ഇ.ഡി. ചോദ്യം ചെയ്തത്. പുലർച്ചെയോടെയാണ് ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലെ പരിശോധന അവസാനിച്ചത്. ചെയർമാൻ ഗോകുലം ഗോപാലിനെയും എം.ഡി. ബൈജുവിനെയും ഇന്നലെ തന്നെ ഇ.ഡി. ചോദ്യം ചെയ്യുകയും ചെയ്തു. ഗോകുലം ഗോപാലൻ നിർമ്മാണ വിതരണ പങ്കാളിയായ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ 5 വർഷത്തിനിടെ വിദേശത്ത് നിന്ന് നിക്ഷേപമായി മറ്റും ലഭിച്ച 1107 കോടി രൂപ സംബന്ധിച്ചാണ് ഇ.ഡി. പ്രധാനമായും അന്വേഷിക്കുന്നതെന്നാണ് സൂചന. 5 വർഷമായി ഇ.ഡി. നിരന്തരമായി ഇവരെയെല്ലാം നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദായ നികുതി വകുപ്പ് 2017 ആരംഭിച്ച നടപടികളുടെ തുടർച്ചയായാണ് 2019 തുടങ്ങിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡെന്ന് ഇ.ഡി. വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ പണത്തിന്റെ ഉറവിടവും പരിശോധിക്കുന്നുണ്ട്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് 2017 പരിശോധിച്ചിരുന്നു. ആദായ നികുതി വകുപ്പ് നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ.ഡി. അന്വേഷണം ആരംഭിച്ചത്. 2023 ഗോകുലം ഗോപാലിനെ കൊച്ചി ഇ.ഡി. ഓഫീസിലെത്തിച്ച് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇ.ഡിയുടെ ചെന്നൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം റെയ്ഡിന് ശേഷം ചെയർമാൻ ഗോകുലം ഗോപാലിനെ ഇ.ഡി. ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. റെയ്ഡ് പൂർത്തിയായ ശേഷം അടിയന്തരമായി ചെന്നൈയിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് വിമാനത്തിൽ ചെന്നൈയിലേക്ക് പോയതും. കോടമ്പക്കത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ രാത്രി 8:30യോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതേസമയം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടുകൾ കഴിഞ്ഞ 3 മാസമായി ഇ.ഡി. നിരീക്ഷിച്ചിരുന്നതായാണ് വിവരം. 2022 ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇടപാടുകളിൽ സംശയം തോന്നിയതോടെ റെയ്ഡ് നടത്തിയത്. സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ല എന്നും ഇ.ഡി. വിശദീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഗോകുലം നിർമ്മിച്ച ചില സിനിമകളിൽ നിക്ഷേപിച്ചത് ഫെമ നിയമം ലംഘിച്ച് സ്വീകരിച്ച പണമാണെന്നാണ് ഇ.ഡിയുടെ വിലയിരുത്തൽ. PMLA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ.ഡി. പരിശോധന. ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ചുവെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൽ പ്രവാസികളിൽ നടക്കം ചട്ടങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചുവെന്നും സൂചനകളുണ്ട്. ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. 2022 ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം. എന്നാൽ എമ്പുരാൻ സിനിമ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഇരവാദവും ഒക്കെ നടക്കുന്നുണ്ട്. പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവരെയും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ പൃഥ്വിരാജിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും അതുപോലെ തന്നെ ഗോകുലം ഗോപാലിന്റെയും ഒക്കെ സിനിമാ നിർമ്മാണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളും ഒക്കെ നിരീക്ഷണ വിധേയമാകുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.